അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു മിറർ ക്യൂബ് എടുത്തിട്ടുണ്ട്. ഈ മിറർ ക്യൂബിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ കളറാണ്, അതായത് ബ്ലൂ കളറാണ്. സാധാരണ മിറർ ക്യൂബ് പല രീതിയിൽ നമുക്ക് അവൈലബിൾ ആണ്. കളേഴ്സ് ടൈപ്പ് ഉണ്ട്, അതായത് ഇതേപോലെ നമുക്ക് 6 കളേഴ്സ് ഉള്ള, അതായത് എല്ലാ ഭാഗത്തും അതിൻ്റെതായ കളർ വരുന്ന ക്യൂബ് വരുന്നുണ്ട്. അല്ലാതെ നമ്മളെ പ്ലെയിൻ കളർ, അതായത് ഇതേപോലത്തെ ഒരേ എല്ലാ സ്ഥലത്തും ഒരേ കളർ വരുന്നതുണ്ട്. ഇതിന്റെ സിൽവർ ഉണ്ട്, റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, കുറച്ചും കൂടി വയലറ്റ് കളർ ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ക്യൂബുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്യൂബ് ഒന്ന് സോൾവ് ചെയ്യുന്നത് ഇതാണ്. ഇതിന് മുമ്പ് നമ്മളിതാ ഈ ഒരു ക്യൂബ് സോൾവ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യൂബ് സോൾവ് ചെയ്യുന്നത് കുറച്ചും കൂടി എളുപ്പമാണ്, നമുക്ക് കളർ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ഈ ഒരു കളർ ഇവിടെ തന്നെയാണ് വരുന്നത്, വേറെ എവിടെയും വരില്ല. ഷേപ്പ് ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ക്യൂബ്, കളർ ക്യൂബിൽ നമുക്ക് അതിൻ്റെ കളറും കൂടി അതിൻ്റെ ഹെൽപ്പും കൂടി വരുമ്പോൾ പെട്ടെന്ന് സോൾവ് ചെയ്യും. പക്ഷേ ഇതിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ അതിൻ്റെ ഷേപ്പും അതിൻ്റെ മെത്തേഡും നോക്കിയിട്ട് വേണം നമുക്ക് സോൾവ് ചെയ്യാൻ. അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു മിറർ ക്യൂബ് എടുത്തിട്ടുണ്ട്. ഇത് ക്യൂബെല്ലിയൊന്ന് സൈറ്റിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യൂബ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മിറർ ക്യൂബിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ 3x3 ക്യൂബ് നമ്മൾ എടുത്തിട്ടുണ്ട്. 3x3 ക്യൂബിൽ നമ്മൾ എന്താ ചെയ്യാറ്, യെല്ലോന് ചുറ്റും 4 വൈറ്റാണ് നമ്മൾ ചെയ്യാറ്. ഓക്കെ, നമ്മൾ 3x3 ക്യൂബ് സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ യെല്ലോന് ചുറ്റും നമ്മൾ വൈറ്റ് കൊണ്ടുവരികയാണ് നമ്മുടെ ബിഗിനേഴ്സ് മെത്തേഡിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ചുറ്റും. ഇപ്പോൾ ഈ ഒരു പീസ് നമുക്ക് സോൾവ് ആയിട്ടില്ല, അത് കൺഫ്യൂഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് മാറ്റിയത്. അപ്പോൾ യെല്ലോന് ചുറ്റും 4 വൈറ്റ് കൊണ്ടുവന്നില്ലേ, അതേപോലെ നമ്മുടെ ഇവിടെ യെല്ലോന് പകരം നമ്മുടെ മിറർ ക്യൂബിലുള്ളത് ഈ സെൻറ്ററില്ലേ, ഈ 6 സെൻറ്ററിൽ നീളം കുറഞ്ഞ പീസ്, അതായത് ഹൈറ്റ് കുറവുള്ള പീസാണ് നമുക്ക് യെല്ലോ ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഏറ്റവും നീളം കുറവുള്ളത്, അപ്പോൾ ഇതും കുറവുണ്ട്, ഇത് വലുതല്ലേ, ഏകദേശം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഇത് രണ്ടും നല്ലോണം പുറത്തേക്ക് പ്രൊജക്റ്റായി നിൽക്കുന്നുണ്ട്. ഇതൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഇതും കുറച്ച് പ്രൊജക്റ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പീസിൻ്റെ ലെങ്ത് വെച്ച് നോക്കുക. ഈ ഒരു പീസ് വെച്ച് നോക്കുമ്പോൾ ഇത് ചെറുതാണ്, അപ്പോൾ ഹൈറ്റ് കുറവാണ്. ഇത് അതിലും കുറവാണ് അല്ലേ, നീളം കുറവാണ്. ഇത് ഏകദേശം നീളം കുറവുണ്ട്, ഇതിൻ്റെക്കാട്ടും നീളം കുറവ് ഇതാണോ സംശയമുണ്ട്. അപ്പോൾ നമുക്ക് ആ കൊണ്ടുവന്ന പീസ് തന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാനും പറ്റും നമുക്ക്. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ വേണ്ട, വളരെ കുറവാണ്. അപ്പം നിങ്ങൾ ആദ്യം കണ്ട ഈ ഒരു പീസാണോ നീളം കുറവെന്ന് ഇനിയിപ്പം നമുക്ക് നോക്കണം. ഈ സെൻറ്ററാണോ ഈ സെൻറ്ററാണോ നോക്കാം. ഇവിടെ ഒരു പീസ് നമുക്കിങ്ങനെ ഹൈറ്റ് കൂടുതലുണ്ട്, ഈ പീസ് ഇവിടെ കൊണ്ടുവരുമ്പോൾ കുറച്ചും കൂടി ഹൈറ്റ് ഉള്ളതായി കാണുന്നുണ്ട് അല്ലേ. ഇല്ലേ, രണ്ടും സെയിം ആണോ? അല്ല, ഇത് കുറച്ചുകൂടി നീളം കൂടുതലാണ്, മീൻസ് താഴ്ച കൂടുതലാണ്. അപ്പം ഇതാണ് നമ്മുടെ യെല്ലോ എന്ന് മനസ്സിലാക്കുക. യെല്ലോന് ചുറ്റും നമ്മൾ എന്താ കൊണ്ടുവരേണ്ടത്, വൈറ്റ് കൊണ്ടുവരണം. വൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതിൻ്റെ മാച്ചിങ്. അപ്പം 4 എണ്ണം ഹൈറ്റ് ഉള്ളത് വരും, അതായത് ഇവിടെ 1 2 3 4 സൈഡിൽ കുറച്ച് ഹൈറ്റിൽ വരും. അപ്പോൾ ഇതിനെക്കാട്ടും ഹൈറ്റ് ഉള്ള ഒരു പീസ് ആയിരിക്കും വരിക. എന്നിട്ട് നമുക്ക് ഇതേപോലെ മാച്ച് ചെയ്യിക്കേണ്ടതാണ്. ഇപ്പം ഇതല്ല വരുന്നത്, ഇതിലും ഹൈറ്റ് വരുന്ന പീസുകൾ ഉണ്ടാവും. ഇതാ, ഇതൊന്ന് വന്നു അല്ലേ, ഇതൊന്ന് വന്ന് പിന്നെയുള്ള ഹൈറ്റ് ഉള്ളത് എല്ലാ സൈഡിലും നിങ്ങൾ തിരിച്ചു നോക്കുക. ഇതല്ല, ഇതുമല്ല, ഇതാ, ഇത് രണ്ടും വന്നു അല്ലേ, ഏറ്റവും ഹൈറ്റിൽ ഇത് രണ്ടും വന്നു. ഇനി ഇവിടെയും ഒന്ന് 2 എണ്ണം വരാണ്ട്, അതും നിങ്ങൾ തിരിച്ച് നോക്കുക ഏതെങ്കിലും വരുന്നുണ്ടോ. ഇതല്ല, ഇത് വന്നു അല്ലേ. ഇപ്പോൾ ഈ ഒരു 3 എണ്ണം ഇവിടെ ഒന്നും കൂടി വരാണ്ട്, ഇവിടെ വരാനുള്ള പീസ് ഇതാണോ? അല്ല, ഇതിൽ നീളം കുറവാണ് അല്ലേ. അതേപോലെ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. ഈ ഒരു പീസാണോ സംശയം കേട്ടോ, ഇതുമല്ല. നമ്മൾ സോൾവ് ചെയ്ത് വെച്ചൊരു പീസ് നമുക്ക് മിസ്സായി കേട്ടോ. ഇതാണ്, ഇവിടെ ഏതെങ്കിലും വരുമോ നോക്കുക. ഒന്നും വരുന്നില്ല. ഇതാണോ നോക്കാം.
ഇതുമല്ല, ഈ ഒരു പീസും അല്ല. അപ്പോൾ മിറർ ക്യൂബിൽ നമുക്ക് ഇതാണ് കുഴപ്പം. നമ്മൾ കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യില്ലെങ്കിൽ ഇതിന്റെ മാച്ചിങ് കണ്ടെത്താൻ കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ട് വരും. ഇതുമല്ല, അങ്ങനെയല്ല. നമ്മൾ എങ്ങനെ നോക്കിയിട്ട് ആ ഒരു പീസ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല കേട്ടോ. ഇതാ ഇപ്പം നമ്മുടെ ഈ ഒരു പീസ് ഇപ്പോൾ ഇതേപോലെ നമുക്ക് മാച്ച് ആയി കിട്ടി, 4 എണ്ണം അല്ലേ. ഇനി ഇതിൻ്റെ സെൻറ്റേഴ്സുകൾ നമ്മൾ മാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ താഴോട്ട് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് സെൻറ്റർ മാച്ചാണ്, താഴോട്ട് റൊട്ടേറ്റ് ചെയ്ത്. അതേപോലെ ഇതിൻ്റെ സെൻറ്റർ മാച്ച് ഏതാണോ നോക്കുക. ഇത് സെൻറ്റർ മാച്ചാണ്, താഴോട്ട് റൊട്ടേറ്റ് ചെയ്ത്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഏതാണോ നോക്കുക. മാച്ച് ചെയ്തു, നമ്മൾ നേരെ റൊട്ടേറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ സെൻറ്റർ മാച്ചായി കിടക്കുന്നുണ്ട്, നേരെ റൊട്ടേറ്റ് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് ഇതാ ഒരു പ്ലസ് കിട്ടി. ഇപ്പം നമ്മൾ യെല്ലോയിൽ ഇതിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ സെൻറ്റേഴ്സ് മാച്ച് ചെയ്തതിന് ശേഷം നേരെ താഴോട്ട് വെക്കുന്നു. ബ്ലൂവും മാച്ച്. ഇവിടെ നമുക്ക് കളേഴ്സ് ബ്ലൂ മാച്ച് ചെയ്യാനുള്ള കളേഴ്സ് നമുക്ക് നോക്കാം. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, സെൻറ്ററുമായിട്ട് കറക്റ്റ് മാച്ചിങ് ആണോ നോക്കുക. ആണ്, ഇത് രണ്ടും അതേപോലെ ചെയ്യാം. ഇതും അതേപോലെ. ഈ 4 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പ്ലസ് വരും അല്ലേ. അതുതന്നെയാണ് ഇപ്പം നമുക്ക് കിട്ടിയത്. നമുക്ക് ഇവിടെ 1, അതായത് ഇത് യെല്ലോ ആണ്, 1 2 3 4 എണ്ണം ചെയ്ത്. ഇനി ഈ 4 കോർണേഴ്സ് ചെയ്യേണ്ടത്. ഈ 4 കോർണേഴ്സിൽ ഇതിപ്പോൾ ഒരു കോർണർ ഇതാ സോൾവ് ആയി കിടക്കുന്നുണ്ട് തോന്നുന്നു. ഇതാ ഏകദേശം സോൾവ് ആണ് അല്ലേ. ഇനി നമുക്ക് ഇവിടെയുള്ള പീസ്, അപ്പം അതിന് മാച്ചായ പീസ് താഴെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇവിടെ ഒത്തിരി, അതായത് ഒരു വലിയൊരു സൈസ് അല്ല, ഒരു മീഡിയം സൈസ് പീസാണ് വരേണ്ടത്. ഇപ്പം ഈ ഒരു പീസ് ഇവിടെയാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇല്ല, വീതി കൂടുതലാണ് അല്ലേ. അത്ര തന്നെയല്ലേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ RDR ചെയ്യുക. RDR ഫസ്റ്റ് ഒന്ന് ചെയ്ത് തന്നെ നമുക്ക് സോൾവ് ആയി. ഓക്കെ, ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കിത് അസ്യൂം ചെയ്യാൻ പറ്റുന്നത്, ഞാൻ കൂടുതൽ തവണ സോൾവ് ചെയ്തതിനോടാണ് എനിക്കിത് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്നത്. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഈ ഒരു പീസ് ഇവിടെ ആയിരിക്കുമോ എന്ന് നോക്കുക. അതാ ഇവിടെയാണോ എന്ന്. അതിന് RD ചെയ്യുക. അതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് വന്നില്ല. വീണ്ടും RD ചെയ്യുക. ഷേപ്പ് വന്നിട്ടില്ല. RD നമ്മൾ വിചാരിച്ച പൊസിഷനിൽ തന്നെ വന്നില്ല. RD അതും വന്നില്ല. RD ചെയ്തപ്പോൾ അത് കറക്റ്റാട്ടോ. ആ പീസ് അതിന് ഇവിടെ ഒരു വലിയ പീസ് അതിന് ഇവിടെ വരാനുള്ളത് അല്ലേ. വലിയൊരു പീസ് താഴെ എവിടെയാ, ഈ ഒരു പീസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പീസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നേരെ താഴെ കൊണ്ടുവച്ച് അല്ലേ. നേരെ താഴെ കൊണ്ടുവച്ചിട്ട് RD സെറ്റായിട്ടില്ല. വീണ്ടും നമ്മൾ ചെയ്യുന്നു RD സെറ്റായിട്ടില്ല. RD ചെയ്തപ്പോൾ സെറ്റായി. അപ്പം നമുക്ക് ഫസ്റ്റ് ഒരു ലെയർ നമുക്ക് സോൾവ് ആയി. 3x3 ക്യൂബിൽ വരെ നമ്മളിത് ഫസ്റ്റ് ഒരു ലെയർ സോൾവ് ചെയ്ത് നമ്മൾ തിരിച്ചു പിടിക്കുന്നു. ഇതേപോലെ തിരിച്ചു പിടിച്ചിട്ട് ഇനി നമുക്ക് സോൾവ് ചെയ്യാനുള്ളത്, സെൻറ്റർ ഓൾറെഡി ഇത് അങ്ങനെ മാച്ചായി കിടക്കുന്നതാണ്. ഈ 4 പീസുകളാണ് സോൾവ് ആയി. ഇവിടെ ഓൾറെഡി ഒരു പീസ് സോൾവ് ആയി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് 1 2 3 എന്നാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. ഇവിടെയുള്ള 3 പീസുകൾ ഈ 3 ഭാഗത്തോ അല്ലെങ്കിൽ മുകളിലുള്ള 1 2 3 4 ഭാഗത്തോ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് എവിടെയെങ്കിലും മുകളിൽ എവിടെയെങ്കിലും നമ്മൾ ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ നമുക്ക് ഇവിടെയുള്ള പീസിൻ്റെ മാച്ച് ആവുന്ന പീസ് ഇതിൻ്റെ അതേ ലെങ്ത് ആയി. ഇപ്പോൾ ഇതും തമ്മിലുള്ള കുറേ ഗ്യാപ്പ് വ്യത്യാസം ഉണ്ട് അല്ലേ. ഏതെങ്കിലും ഈ ഒരു പീസായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ഈ ഒരു പീസ് മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പീസ് മാച്ച് ആവുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് ലെഫ്റ്റിലോ റൈറ്റിലോ ആയിരിക്കുന്ന അർത്ഥം. ഓക്കെ,
മാച്ച് ആവുന്നില്ലെങ്കിൽ ഇത് എങ്ങനെയാണെന്നെങ്കിൽ ഇത് മാച്ച് അല്ല. അപ്പോൾ ഇതല്ല പീസ് വരേണ്ടത്. ഇങ്ങനെ ഇത് വെച്ച് നോക്കിയപ്പോൾ ഇത് മാച്ചായി, കണ്ടോ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത് ലെഫ്റ്റിലോ റൈറ്റോ. ഈ ലെഫ്റ്റിലോ റൈറ്റിലോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? അത് ഇവിടേക്കാണോ വരേണ്ടത്, ഇവിടെ ആണോ അറിയേണ്ടത്? ജസ്റ്റ് ഒന്ന് തിരിച്ച് നോക്കുക, സൈഡും മാച്ച് ആവണം. ഇത് മാച്ച് ആവുന്നുണ്ട് അല്ലേ? ഈ സൈഡിലേക്ക് ഒന്ന് തിരിച്ച് നോക്കുക, ഈ സൈഡിലേക്ക് തിരിച്ച് നോക്കിയാൽ അത് മാച്ച് അല്ല, കണ്ടോ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ ഒരു പീസ് ഇവിടേക്കാണ് വരേണ്ടത്, കണ്ടോ? അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ സോൾവ് ആവും. പക്ഷെ ഇവിടെ ഉള്ളതൊക്കെ പീസും. അപ്പം നമുക്ക് ഇതൊന്നും പോവാതെ ഇത് ഇവിടെ എത്തിക്കണം. അപ്പോൾ ഇതിനെ ഓപ്പോസിറ്റ് തിരിക്കുന്നു, പോകേണ്ട സ്ഥലം ഒന്നുകൂടി തിരിക്കുന്നു, മുകളിൽ തിരിക്കുന്നു, റിട്ടേൺ തിരിക്കുന്നു, എഫ് തിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ആ മുകളിലുള്ള പീസ് ബാക്കിയുള്ളതൊന്നും കളയാതെ നമുക്ക് ഈ കോർണറിൽ കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ആയി. അടുത്തൊരു പീസ് നമ്മൾ നോക്കുക, ഇവിടെ തന്നെ വേണം നോക്കാം. ഇത് തിരിച്ചു നോക്കുക, ഇത് മാച്ചാണോ? അല്ല. ഇത് മാച്ചാണോ? അല്ല. ഇത് മാച്ചാണോ? അല്ല. ഇതൊന്നും മാച്ചല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത സെക്ഷനിലേക്ക് പോവുക. ഈ ഭാഗത്ത് നോക്കുക, ഈ ഭാഗത്തായിട്ട് ഇത് മാച്ചാണോ? അല്ല. ഇത് മാച്ചാണോ? അല്ല. ഇത് മാച്ചാണോ? അല്ല. ഇതാ ഈ ഒരു പീസ് മാച്ച് അല്ലേ? അപ്പോൾ ഈ ഒരു പീസ് ഇവിടേക്കോ പോകണം. പെട്ടെന്ന് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയ പീസാണ് വേണ്ടത്, ഇവിടെ വലിയ പീസാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ ഒരു പീസ് ഇവിടേക്കാണ് വരേണ്ടത്. അതൊന്നും കൂടി കൺഫേം ചെയ്യാൻ ഇത് കണ്ടോ, ഇങ്ങനെ തിരിച്ചു നോക്കുമ്പോൾ ഇതാ ഇത് ഇങ്ങനെയും മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഓപ്പോസിറ്റ് തിരിക്കുന്നു, വരേണ്ട ഭാഗം മേലോട്ട് തിരിക്കുന്നു, വീണ്ടും അത് തിരിക്കുന്നു, ഭാഗം തിരിക്കുന്നു, റിട്ടേൺ തിരിക്കുന്നു, എഫ് ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ മുകളിലുണ്ടായിരുന്ന പീസ് കണ്ടോ സൈഡിൽ സോൾവ് ആയി. ഇപ്പോൾ നമുക്ക് 1, 2 ഒന്ന് നേരത്തെ സോൾവ് ആയി കിടന്നിരുന്നു, ഇനി ഒന്നും കൂടി സോൾവ് ആവുള്ളൂ ഇവിടെ. അപ്പോൾ ഇനി മുകളിൽ 1, 2, 3, 4 ഇവിടെ ഇതിൽ ഏതെങ്കിലും ഒരു പീസായിരിക്കും ഇവിടെ വരേണ്ടത്. ആ പീസ് ഇവിടെ മുകളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ ഇവിടെ ഇതുമായിട്ട് മാച്ച് ആവുന്ന ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇത് മാച്ചല്ല, ഇത് മാച്ചല്ല, ഇത് മാച്ചല്ല, ഇത് മാച്ചല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ ഭാഗത്ത് വെച്ച് നോക്കുക. ഈ ഭാഗത്ത് വെച്ച് നോക്കിയിട്ട് ഇത് മാച്ചല്ല, ഇത് മാച്ചല്ല, ഇത് മാച്ചാണ്. അപ്പോൾ ഇതെന്തായിരിക്കും? ലെഫ്റ്റിലോ റൈറ്റിലോ ആയിരിക്കും. പക്ഷേ ഇവിടെ റൈറ്റിലോ ഓൾറെഡി സോൾവ് ആവും. അപ്പോൾ ഇതെന്തായിരിക്കും? ലെഫ്റ്റിലേക്കും. അത് ഒന്നും കൂടി കൺഫേം ചെയ്യാൻ ഒന്ന് തിരിച്ചു നോക്കുക. തിരിച്ചു നോക്കുമ്പോൾ എന്താ? ആ സൈഡും നമുക്ക് കറക്റ്റാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് തിരിക്കുന്നു, ഇതിങ്ങോട്ട് തിരിക്കുന്നു, അതിനെ ഓപ്പോസിറ്റ് തിരിക്കുന്നു, ഇതിനെ റിട്ടേൺ തിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ആ ഒരു മുകളിലുള്ളൊരു പീസ് ബാക്കിയുള്ളതൊന്നും മിസ്സാവാതെ ഇവിടെ ലെഫ്റ്റിൽ വന്നു. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ലെയർ മൊത്തം നിങ്ങൾക്ക് സോൾവ് ആയി കിട്ടി. ഓക്കെ, 2 ലെയർ കംപ്ലീറ്റ്. ഇനി നമുക്ക് ടോപ്പ് ലെയറാണ് സോൾവ് ചെയ്യാൻ. ടോപ്പ് ലെയർ ഇനി നമ്മൾ ചെയ്യേണ്ടത് മുകളിലൊരു നമ്മൾ 3x3 ക്യൂബിൽ എല്ലാം കഴിയുമ്പം ടോപ്പിൽ ഒരു യെല്ലോൻ്റെ ഒരു പ്ലസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ? ഇതേപോലെ യെല്ലോൻ്റെ ഒരു പ്ലസ് ക്രിയേറ്റ് ചെയ്യും. ഇതേപോലെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇവിടെ യെല്ലോ ഏതാണോ എങ്ങനെയാണോ നമുക്കറിയില്ല, പക്ഷേ ഒരേ ഷേപ്പിൽ ഇങ്ങനെ ഒരു പ്ലസ് കിട്ടണം. ഇപ്പം നോക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ഷേപ്പ് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല അല്ലേ? ഒക്കെ തെറ്റിക്കെടുക്കുക. അപ്പം നിങ്ങൾ എന്താ ഏതെങ്കിലും ഒരു പൊസിഷൻ വെച്ചിട്ട് F R U R U F ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് അവിടെ ഒരു L പോലെ കിട്ടിയില്ലേ? നിങ്ങൾക്ക് 3x3 ക്യൂബ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടിയാറേ. ഇങ്ങനെ ഒരു ഷേപ്പ് നമ്മൾ എന്ത് ചെയ്യും? ലെഫ്റ്റ് സൈഡ് വെച്ചിട്ട് വീണ്ടും എന്താ ചെയ്യുക? F R U R U F ചെയ്യും അല്ലേ? ഈ ഇക്വേഷൻ ചിലപ്പോൾ നമ്മൾ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ടി. ഇപ്പോൾ നമ്മൾ 1 പ്രാവശ്യം ചെയ്തു, രണ്ടാമത് ചെയ്തപ്പോൾ നമുക്കൊരു മൈനസ് കിട്ടി. ഇനി ഇതേ പൊസിഷനിൽ വീണ്ടും അതേപോലെ തന്നെ വെച്ച് F R U F വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണ്ടോ? യെല്ലോൻ്റെ ഒരു പ്ലസ് എന്ന് പറയുന്ന പോലെ അത് കണ്ടോ? കറക്റ്റ് കണ്ടോ? ഇത് ഇവിടെ തന്നെയാണ്, കണ്ടില്ലേ? കറക്റ്റ് മാച്ചിങ് ആണ്, ഒരു പ്ലസ്സും കിട്ടി. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് എവിടെയെങ്കിലും ഒന്ന് ഇതേപോലെ ഇതിൻ്റെ സെൻറ്ററായിട്ട് മാച്ച് ചെയ്യണം. ഇപ്പോൾ അതവിടെ 2 പീസുകൾ മാത്രമേ മാച്ച് ആവുന്നുള്ളൂ, ബാക്കി ഇത് രണ്ടും മാച്ച് ആവുന്നില്ല. ഇങ്ങോട്ട് തിരിച്ചു വെച്ചാലും ഇപ്പോൾ ഒന്നും മാച്ച് ആവുന്നില്ല. ഒന്നും കൂടി തിരിച്ചു നോക്കിയാൽ ഇതും മാച്ച് ആവുന്നുണ്ട്, ഇതും മാച്ച് ആവില്ല. അപ്പോൾ സോൾവ് ആയത് ഫ്രണ്ടിലോ ബാക്കിലോ വെച്ചിട്ട് RU2R' U ചെയ്ത് നോക്കുക. അപ്പോൾ എന്താവും?
സൈഡ് മാച്ചായി കണ്ടോ. ഈ സൈഡും ഒരേ സൈഡ് നമുക്ക് കിട്ടി. ഇവിടെയും മാച്ച് അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ മാച്ച് ആയത് റൈറ്റ് സൈഡും ബാക്ക് സൈഡിലും പൊസിഷനിൽ വെച്ചിട്ട് വീണ്ടും ആർ ഇൻവേഴ്സ് യു R(U)2 R ഇൻവേഴ്സ് യു ചെയ്താൽ നിങ്ങൾക്ക് കണ്ടോ ഈ പ്ലസ് നമ്മൾ ഉണ്ടാക്കിയ യെല്ലോ എന്ന് പറയുന്ന പ്ലസ് നമുക്ക് മീൻസ് 3x3 ക്യൂബിൻ്റെ കാര്യമാണ് ഞാൻ യെല്ലോ പറഞ്ഞത്. ആ ടോപ്പ് ലെയർ നമുക്കൊരു പ്ലസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സൈഡും ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് മാച്ചായി കണ്ട. ഇപ്പോൾ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ആയി കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ കോർണർ പീസുകൾ സോൾവ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കോർണർ പീസുകൾ എന്താണോ, ഈ ഒരു പീസ് ഇവിടെ വരാൻ തന്നെയാണ് ചാൻസ്. ഇത് ഇവിടെ അല്ല, ഈ വലിയ പീസായിരിക്കും ഇവിടെ വരിക. ഈ ഒരു പീസ് ഇവിടെ ആവാനാ ചാൻസ്. ഈ ഒരു പീസ് ഇവിടെ തന്നെയാണ്, പക്ഷെ ഇതൊന്ന് ട്വിസ്റ്റ് ആവണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇത് ഇവിടെ തന്നെയാണ് ഏകദേശം കൺഫേം ആയ സ്ഥിതിക്ക് നമ്മൾ ഇതിനെ റൈറ്റ് സൈഡിൽ വെച്ചിട്ട് 3x3 ചെയ്ത പോലെ നമ്മൾ ബാക്കിയുള്ള 3 കോർണേഴ്സുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്തപ്പോൾ ഇത് ഇവിടെ വരും, ഇത് ഇവിടെ തന്നെയായി, ഇത് ഇവിടെ തന്നെയാണെന്ന് നമുക്ക് വിഷ്വലി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതും ഏകദേശം ഇതിൻ്റെ പൊസിഷൻ നേരെയായി മനസ്സിലാവും. ഇതും ഇവിടെ തന്നെയാണ്, ഇതും ഇവിടെ തന്നെയാണ്. ഇനി നമ്മളെല്ലാം ഇതിനെ ട്വിസ്റ്റ് ചെയ്യണം. അപ്പം അതിന് നമ്മളെന്താ ആർ ഡി ചെയ്യാം. മുകളിൽ സെറ്റായില്ല, ആർ ഡി ചെയ്യാം. സെറ്റായില്ല, ആർ ഡി ചെയ്യുക. സെറ്റായില്ല, ഡി കംപ്ലീറ്റ് ചെയ്യണം. ഡി ചെയ്തപ്പോൾ മുകളിൽ മുമ്പൊക്കെ അത് സോൾവ് ആയി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ക്യൂബ് മൊത്തത്തിൽ തിരിക്കാതെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇത് മോൾ ഭാഗം ആവേണ്ട പീസ് ഇപ്പം ഇവിടെയാണ് സോൾവ് ആവാനുള്ളത്. ഈ ഒരു പീസിനെ ഇങ്ങോട്ട് തിരിച്ചു വെക്കുക. എന്നിട്ട് വീണ്ടും ആർ ഡി ചെയ്യുക. ഡി ചെയ്യുക. ഡി കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇത് സോൾവ് ആയി. ഇനി നമുക്ക് ഇവിടെയും സോൾവ് ചെയ്യാനുള്ളത്. അപ്പോൾ മൊത്തത്തിൽ തിരിക്കാതെ ടോപ്പ് ലെയർ മാത്രം തിരിച്ചു വെക്കുക. എന്നിട്ട് വീണ്ടും ആർ ഡി ചെയ്തപ്പോൾ ഇത് സോൾവ് ആയി. അടുത്ത ഇനി ഇതാണ് സോൾവ്. അപ്പോൾ ആ ടോപ്പ് ലെയർ മാത്രം തിരിച്ചു വെച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക. എന്നിട്ട് വീണ്ടും ആർ സോൾവ് ആയേ. ഡി യു ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ക്യൂബ് സോൾവ് ആയി കിട്ടും. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് പറയുന്നത് 3x3 ക്യൂബ് പഠിച്ച ആൾക്കാർക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ക്യൂബ് സോൾവ് ചെയ്യാം. ഇതിൻ്റെ ഷേപ്പ് ഒന്നും ചെക്ക് ചെയ്താൽ മാത്രം മതി. ഷേപ്പ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് മാത്രം വന്നാൽ മതി. അപ്പോൾ കുറച്ചും കൂടി ത്രില്ലിംഗ് ഉള്ള ക്യൂബാണ് 3x3 ക്യൂബ്. അപ്പോൾ ഇതിൻ്റെ കവർ ടൈപ്പിൻ്റെ സോൾവും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇതിന് സംശയമുള്ളവർ ഈ ഒരു ക്യൂബ് 3x3 ക്യൂബ് സോൾവ് ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഇത് രണ്ടിൻ്റെയും വീഡിയോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.